Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ മുഖേന നിർവഹിച്ചു. ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷനായി. പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ്, അനിമൽ ഹൗസ്, സെൻട്രൽ റിസർച്ച് ലബോറട്ടറി, നവീകരിച്ച ക്യാമ്പസ് റോഡ് എന്നിവയുടെ ഉദ്ഘാടനമാണ് മന്ത്രി ഓൺലൈനായി നിർവഹിച്ചത്. ആധുനിക ലാബ് ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഗവേഷണവും പരിശീലനവും നടത്താൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യവുമായാണ് സെൻട്രൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനായി 1.9 കോടി രൂപയാണ് അനുവദിച്ചത്. ആനിമൽ ഹൗസ് നിർമ്മാണത്തിനായി 49.67 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പുതുതായി നിർമ്മിച്ച ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിനായി 2 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. കോളേജ് ക്യാമ്പസ് റോഡ് നവീകരണത്തിനായി 68.79 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഈ 4 പദ്ധതികളുടെ പൂർത്തീകരിച്ച് ഉദ്ഘാടനമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായിട്ടുള്ള തുറന്നു കൊടുക്കലാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ ആരോഗ്യരംഗം വളരെ മികവാർന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള ലോകോത്തര മാധ്യമങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ലേഖന പരമ്പരകൾ തയ്യാറാക്കുകയും ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന രാജ്യത്തൊരു കൊച്ചു സംസ്ഥാനമുണ്ട് കേരളം, ആ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയാണ് എന്ന് പങ്കുവച്ചത് വാഷിംഗ്ടൺ പോസ്റ്റാണ്. ലോകോത്തര മാധ്യമങ്ങൾ പോലും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ അംഗീകരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ആശിഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AV കോമളവല്ലി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PR ഇന്ദുകല, ഡോക്ടർ ജനിഞ്ജിത്ത്, ഡോക്ടർ PG ജയകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VKV ബാലകൃഷ്ണൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഭരണവും ഭരണവകുപ്പും കയ്യിലുണ്ടെങ്കിൽ ആർക്കും എത്ര പണവും അപഹരിക്കാമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ. KSSPAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജീവിത സമരയാത്രയ്ക്ക് പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് വരെ എത്തി. ഒരു മാസവും കൂടി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കാത്തിരുന്നാണ്. തീർച്ചയായും ഒരു മാസം കഴിഞ്ഞ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ UDFന്റെ നേതാക്കന്മാർ അവിടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഇരിക്കും എന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം തന്നെയാണ് പിണറായിക്കുള്ള വിളറി കൊണ്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ. ഒന്നും പിണറായി വിജയൻ ഇറങ്ങാൻ കഴിയില്ല. ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം അദ്ദേഹത്തെ ആലോചിക്കാൻ പോലും കഴിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആലോചിക്കാൻ കഴിയുന്നില്ല. എത്ര അഴിമതി നടത്തിയാലും കുറ്റം ചെയ്താലും പാർട്ടി നേതാക്കൾക്ക് വെറും 90 ദിവസം മാത്രം ജയിലിൽ കിടന്നാൽ മതി. ഭരണവും ഭരണവകുപ്പും കയ്യിലുണ്ടെങ്കിൽ ആർക്കും എത്ര പണവും അപഹരിക്കാം. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇന്ന് തുടർന്നു കൊണ്ടുപോകേണ്ടതെന്നും MP വേലായുധൻ പറഞ്ഞു. LDF സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെയാണ് KSSPA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ജീവിത സമരയാത്ര ആരംഭിച്ചത്. വടക്കൻ മേഖലാ വാഹനജാഥയ്ക്ക് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിലാണ് സ്വീകരണം നൽകിയത്. P സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. T വിനയദാസ്, TV ഗംഗാധരൻ, K രാമകൃഷ്ണൻ, PC സുരേന്ദ്രൻ നായർ, രവീന്ദ്രൻ കൊയ്യോടൻ, KC രാജൻ, VB ഉപേന്ദ്രൻ, N തമ്പാൻ, V മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള പൂരക്കളി അക്കാദമിയുടെ 2025 വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ E ശ്രീധരനും കാഞ്ഞങ്ങാട് P ദാമോദരൻ പണിക്കർക്കും സമഗ്ര സംഭാവന പുരസ്കാരം. ആകെ 47 പേരെയാണ് വിവിധ പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തത്. ഇതിൽ 2 പേർക്ക് സമഗ്ര സംഭാവന പുരസ്കാരവും 10 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും 35 പേർക്ക് അവാർഡും നൽകും.
കേരള പൂരക്കളി അക്കാദമിയുടെ 2025 വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. പൂരക്കളി മറത്തുകളി രംഗത്തെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ഡോക്ടർ ഇ ശ്രീധരൻ, കാഞ്ഞങ്ങാട് പി ദാമോദരൻ പണിക്കർ എന്നിവർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകാൻ തീരുമാനമായി. ലഭിച്ച 107 അപേക്ഷകളിൽ നിന്നും പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായ സമിതിയാണ് അവാർഡുകൾ നിശ്ചയിച്ചത്. ആകെ 47 പേരെയാണ് വിവിധ പുരസ്കാരങ്ങൾക്കായി തെരഞ്ഞെടുത്തത്. ഇതിൽ 2 പേർക്ക് സമഗ്ര സംഭാവന പുരസ്കാരവും 10 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും 32 പേർക്ക് അവാർഡും നൽകും. ഡോക്ടർ ഇ ശ്രീധരൻ, പി ദാമോദരൻ പണിക്കർ കാഞ്ഞങ്ങാട് എന്നിവർക്കാണ് സമഗ്ര സംഭാവന പുരസ്കാരങ്ങൾ. കെ വി ചന്ദ്രൻ പണിക്കർ നീലേശ്വരം, പുണ്ണുക്കൻ കോരൻ എടക്കോം, ഒ വി രത്നാകരൻ പണിക്കർ കരിന്തളം, എം പി നാരായണൻ മാതമംഗലം, പി പി ഗംഗാധരൻ പണിക്കർ ചെറുവത്തൂർ, പി വിനോദ് പണിക്കർ പിലാത്തറ തുടങ്ങി 35 കലാകാരന്മാർ അവാർഡിന് അർഹരായി. മാധ്യമ സമ്മേളനത്തിൽ ടി എ മധുസൂദനൻ MLA, അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ, വി പി മോഹനൻ, പി സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എ വി അജയകുമാർ, പി സജികുമാർ, വിപിൻ പണിക്കർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ദശാബ്ദങ്ങളായി പൂരക്കളി രംഗത്ത് പരിശീലകരായും കലാകാരന്മാരായും സേവനമനുഷ്ഠിക്കുന്ന മുതിർന്ന പണിക്കന്മാരെയും കലാകാരന്മാരെയുമാണ് പുരസ്കാരങ്ങൾക്കായി പരിഗണിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും മുൻപ് തൃക്കരിപ്പൂർ ഇളമ്പച്ചി തലിച്ചാലം റോഡിൽ VPP മുസ്തഫയുടെ കൂറ്റൻ കട്ടൌട്ട്. തലിച്ചാലം സഖാക്കളുടെ പേരിലാണ് തിരഞ്ഞെടുപ്പ് ചിഹ്നത്തോടെയുള്ള കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. LDF ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും മുമ്പ് തൃക്കരിപ്പൂർ തലിച്ചാലത്ത് CPM നേതാവ് ഡോക്ടർ VPP മുസ്തഫയ്ക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് കൂറ്റൻ കട്ടൌട്ട് ഉയർന്നു. ഇളമ്പച്ചി തലിച്ചാലം പാതയോരത്താണ് 15 അടി ഉയരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ചിഹ്നത്തോടെയുള്ള CPM നേതാവിന്റെ വർണ്ണ കട്ടൌട്ട് സ്ഥാപിച്ചത്. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യ പരിഗണനയിലുള്ള തൃക്കരിപ്പൂർ സ്വദേശിയും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ജില്ലാ നേതാവുമായ ഡോക്ടർ VPP മുസ്തഫയ്ക്ക് വിജയാശംസകൾ നേർന്നാണ് കൂറ്റൻ കട്ടൌട്ട് ഉയർത്തിയിരിക്കുന്നത്. തലിച്ചാലം സഖാക്കളുടെ പേരിലാണ് കട്ടൌട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. UK-യിലെ എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി കൃഷിയിൽ പുതിയ വഴികൾ തേടി വിജയം കൊയ്യുകയാണ് കണ്ണപുരം കീഴറയിലെ സി പ്രവീൺ. ഇത്തവണ നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ ക്വിന്റൽ കണക്കിന് മികച്ച വിളവാണ് ലഭിച്ചത്. കൃഷിയിലൂടെ വിജയമുറപ്പിച്ച പ്രവീൺ യുവതലമുറയ്ക്ക് മാതൃകയാകുകയാണ്. കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് വിദേശത്ത് എഞ്ചിനീയർ ആയിരുന്ന പ്രവീൺ ആ ജോലി ഉപേക്ഷിച്ച് ഈ രംഗത്തേക്ക് വന്നത്. ആ തീരുമാനം തെറ്റിയില്ല. 1.5 ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തനും പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്തത്. ക്വിന്റൽ കണക്കിന് തണ്ണിമത്തനാണ് കൃഷിയിലൂടെ ലഭിച്ചത്. മഞ്ഞയും ചുവപ്പും ഓറഞ്ചുമൊക്കെയായി കാണാനും കളർഫുൾ, രുചിയോ അതിമധുരം. മികച്ച വിളവ് ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് പ്രവീൺ. വിളവെടുപ്പുത്സവത്തിന് ഇവ വാങ്ങാനും ആളുകളുടെ തിക്കും തിരക്കുമായിരുന്നു. തണ്ണിമത്തൻ, പച്ചക്കറികൾ എന്നിവയുടെ വിപണനോദ്ഘാടനം കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ നിർവഹിച്ചു. തുറന്ന കൃഷിയിടത്തിൽ മണ്ണ് ബണ്ടുകളാക്കി ഡ്രിപ്പ് ഇറിഗേഷൻ സഹായത്തോടെയുള്ള കൃഷിയാണ് നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേമ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TK ദിവാകരൻ, കൃഷി ഓഫീസർ U പ്രസന്നൻ, PV ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർക്കായി ഒരുക്കിയ പ്രത്യേക ഇടം കനിവിടം ഉദ്ഘാടനം ചെയ്തു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർക്കായി ഒരുക്കിയ പ്രത്യേക ഇടം കനിവിടം ഉദ്ഘാടനം ചെയ്തു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLA ഫണ്ടിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 30 ലക്ഷം പറഞ്ഞു. ആ 30 ലക്ഷം അപ്പോൾ തന്നെ കൊടുത്തു. ആ 30 ലക്ഷം കൊടുത്ത് വളരെ വേഗതയിൽ തന്നെ ഇതിന്റെ പ്രവൃത്തി നടത്തി. നമ്മുടെ ചെടികൾ ആരും നശിപ്പിക്കാത്ത വിധത്തിൽ, കാരണം നമ്മൾ ആ ചെടികളെയൊക്കെ സംരക്ഷിക്കണം അതിയായ ആഗ്രഹത്തിൽ ഇതിനകത്ത് ചെടികൾ വേണം. ഒരുപക്ഷെ നമ്മൾ ചെടികളെ പോലും ഒരു ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്. ഏത് പ്ലാന്റാണ് ഇതിനുള്ളിൽ ചെയ്യേണ്ടത് എന്നത് ഒരു ദിവസം എനിക്ക് തോന്നുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ നമ്മൾ മാറ്റി മാറ്റി ചർച്ച ചെയ്തിട്ടാണ്. ചടങ്ങിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അധ്യക്ഷയായി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ആശിഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ മുഖ്യാതിഥിയായി. അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന കോമ്പാഷനേറ്റ് സ്പേസിന്റെ കേരള മുഖമാണ് കനിവിടം. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ചികിത്സ തേടിയെത്തുന്നവർക്കായി ആകർഷകവും പ്രകൃതിദത്തവും ശാന്തസുന്ദരവുമായ ഒരിടം രൂപപ്പെടുത്തുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ട് 30 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കനിവിടം രൂപപ്പെടുത്തിയത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP മധു, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VA കോമളവല്ലി, ഔഷധി ഡയറക്ടർ ബോർഡ് അംഗം K പത്മനാഭൻ,
മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.പി. ഷീബ ദാമോദർ, ആർക്കിടെക്ട് പ്രവീൺ ചന്ദ്ര, കടന്നപ്പള്ളി പാണപ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ദാമോദരൻ, ഡോക്ടർ പി. സജി, ഡോക്ടർ ജ്യോതി, ഡോക്ടർ എസ്.എം. സരിൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാതമംഗലം പുനിയംകോട് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മതിലിടിച്ച് തകർത്തു. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. മാതമംഗലം പുനിയംകോട് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മതിലിടിച്ച് തകർത്തു. ചൊവ്വാഴ്ച രാവിലെ 4 മണിയോടെയാണ് അപകടം നടന്നത്. പുനിയംകോട് മണിയറ റോഡിലെ ഇറക്കമിറങ്ങുമ്പോൾ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മതിലിടിച്ച് തകർത്ത് സമീപത്തുള്ള പറമ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഡ്രൈവർ മാത്രമാണ് ലോറിയിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സംഭവ സമയം റോഡിൽ മറ്റു വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി എരിപുരം ഗ്യാസ് ഗോഡൌൺ റോഡരികിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച കുഴിക്ക് സ്ലാബ് ഇല്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ദിവസേന സഞ്ചരിക്കുന്ന വഴിയിലാണ് ഈ അപകടക്കെണിയുള്ളത്. പഴയങ്ങാടി എരിപുരം ഗ്യാസ് ഗോഡൌൺ റോഡിലാണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് കടന്നുപോകുന്ന കുഴി അപകട ഭീഷണിയായി തുടരുന്നത്. ഇതിനോടടുത്തായി സബ് ട്രഷറി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം സ്കൂളുകളും ആശുപത്രിയുമുണ്ട്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ ദിവസേന ഈ റോഡിലൂടെ കടന്നുപോകുന്നു. ആഴമുള്ള കുഴിക്ക് സ്ലാബ് ഇല്ലാത്തത് വലിയ അപകടത്തിന് ഇടയാകുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്ക്. ഇവിടെ ട്രഷറി, അതുപോലെ ഓഫീസ്, ഗ്യാസ് ഗോഡൌൺ, അങ്ങനെ പൊതുവായ ഒരു സ്ഥലം ഇത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അപകടക്കണി, ഒരു ആള് വീണാൽ കാണാതൊരു കുഴിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സംവിധാനം, ഇത് മൂടേണ്ട സംവിധാനം കാണുന്നുണ്ട്, പക്ഷെ ഇത് മൂടിയില്ല. അപ്പോൾ അധികൃത ഭാഗത്തുനിന്ന് അതിന് വേണ്ടുന്ന നടപടി ഉണ്ടാവണമെന്ന് പറയാനുള്ളൂ. കുട്ടികളോ മറ്റ് യാത്രക്കാരോ അബദ്ധത്തിൽ കുഴിയിലേക്ക് വീണാൽ വലിയ അപകടം സംഭവിക്കും. ഇവിടെ സ്ലാബ് സ്ഥാപിക്കണം എന്ന ആവശ്യം ഏറെ നാളായി ഉയർന്നിട്ടും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു. എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് നോമ്പുതുറ നടത്തി. വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രേഖ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന നോമ്പുതുറയിൽ വനിതാ വിംഗ് പ്രവർത്തകരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും പങ്കെടുത്തു. മുതിർന്ന അംഗത്തിന് ധനസഹായ വിതരണവും നടത്തി. വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രേഖ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വസന്ത ബാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ കുഞ്ഞായിഷ, ട്രഷറർ എം കെ സമീറ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഹീം, യൂണിറ്റ് സെക്രട്ടറി മുഗൾ റഷീദ്, വനിതാ വിംഗ് ജില്ലാ ഭാരവാഹികളായ എം കെ ലീലാവതി, രാധാ സുരേന്ദ്രൻ, ദീപ ജയരാജ്, വി പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം പഞ്ചായത്തിലെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ പീരിക്കാംതടം കക്കോണി റോഡിന്റെ ഉദ്ഘാടനം കക്കോണിയിൽ നടന്നു. എം വിജിൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്തിലെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23 ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ പീരിക്കാംതടം കക്കോണി റോഡിന്റെ ഉദ്ഘാടനം എം വിജിൻ എം.എൽ.എ. നിർവഹിച്ചു. അനുസരിച്ചുള്ള മാറ്റങ്ങൾക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങൾ പറഞ്ഞതിനെ പറഞ്ഞതിനെ പോസിറ്റീവായി എടുക്കുന്നു. നമുക്ക് ഭാവിയിൽ അടുത്തൊരു പ്രൊജക്റ്റിന് പൈസ ഒക്കെ വരുമ്പോൾ പഞ്ചായത്തോ, ഇത് ഗ്രാമീണ റോഡാണ്, പഞ്ചായത്തിനൊക്കെ ഒരു ഫണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് അതുകൂടി പരിഗണിക്കാം. ഈ ഫണ്ടിൽ നമുക്ക് ഇത്രയേ ചെയ്യാൻ നിർവാഹമുള്ളൂ. DPR പ്രകാരമാണ് അത് നിർവഹിച്ചത്. അത് സത്യസന്ധവും സുതാര്യവുമായിട്ടാണ് ഓരോ വർക്കും നടക്കുന്നത്. ഇനി അതിനപ്പുറം ഏതെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിവരാവകാശം കൊടുക്കാം, ഏത് രീതിയിലും അത് ചോദിക്കാം. പക്ഷേ ഈ ഫണ്ടിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. സി രോഹിണി, എം വി രാജീവൻ, കെ സി തമ്പാൻ, എം സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അഭിഭാഷക വൃത്തിയിൽ 5 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന അഡ്വക്കേറ്റ് കെ വിജയകുമാറിന് പയ്യന്നൂരിന്റെ ആദരം. മാർച്ച് 12 വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് പുരസ്കാര സമർപ്പണവും ആദരവ് സമ്മേളനവും നടക്കും. പയ്യന്നൂർ കേന്ദ്രീകരിച്ച് അഭിഭാഷക വൃത്തിയിൽ 5 പതിറ്റാണ്ട് പൂർത്തിയാകുന്ന അഡ്വക്കേറ്റ് കെ വിജയകുമാറിനെ പയ്യന്നൂർ പൗരാവലി ആദരിക്കുന്നു. ഇ ബാലകൃഷ്ണന്റെ 8ാം ചരമവാർഷിക ദിനമായ മാർച്ച് 12 വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് പുരസ്കാര സമർപ്പണവും ആദരവ് സമ്മേളനവും നടക്കും. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ
അധ്യക്ഷത വഹിക്കും. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാനും മുൻ MLA-യുമായ P. ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരം സമർപ്പിക്കും. അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ ആദരഭാഷണം നടത്തും. TI മധുസൂദനൻ MLA, C. കൃഷ്ണൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, IV ശിവരാമൻ, V. നാരായണൻ, V. ബാലൻ, അഡ്വക്കേറ്റ് P. സന്തോഷ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ IV ശിവരാമൻ, V. നാരായണൻ, അഡ്വക്കേറ്റ് K. വിജയകുമാർ, PV കുഞ്ഞപ്പൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, പ്രൊഫസർ E. ദാമോദരൻ, U. നാരായണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിലെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ നരീക്കാംവള്ളി മൃഗാശുപത്രി അറത്തിപ്പറമ്പ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്തിലെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ നരീക്കാംവള്ളി മൃഗാശുപത്രി അറത്തിപ്പറമ്പ റോഡിന്റെ ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ മികച്ചതിൽ പോവുകയാണ്. ഇപ്പോൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ മാത്രം ഈ 5 വർഷം 1400 കോടി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മണ്ഡലമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ വികസന പ്രവർത്തനം നടന്ന മണ്ഡലമാണ് കല്യാശ്ശേരി മണ്ഡലം. എല്ലാ വീട്ടിലും കുടിവെള്ളം കൊടുക്കാൻ പറ്റും. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. VV രാമചന്ദ്രൻ, MV രാജീവൻ, KC തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പില്ലാത്തറ. പോള കൃഷ്ണൻ 2ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം CP ഷിജു അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെറുതാഴം കൊവ്വൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ചെറുതാഴത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പോള കൃഷ്ണന്റെ 2ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം CP ഷിജു അനുസ്മരണ പ്രഭാഷണം നടത്തി. ST, OBC സംവിധാനമുള്ള എത്രയോ മറ്റ് റിസർവേഷൻ കാറ്റഗറികളുണ്ട്. സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യവും പരിഗണിക്കില്ല. പൊതുമേഖലയിലാണെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ സ്വകാര്യ മേഖലയിലാവുമ്പോൾ എല്ലാം സ്വകാര്യ കമ്പനികൾ തീരുമാനിക്കും. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സ്വകാര്യ കമ്പനികളിലേക്ക് നമ്മുടെ ഏറ്റവും നല്ല അഭ്യസിതരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ തൊഴിലിന് വേണ്ടി അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏതെങ്കിലും ഒരു റിസർവേഷൻ കാറ്റഗറി നോക്കിയിട്ടാണോ അവരെ പരിഗണിക്കുന്നത്? ഒന്നുമല്ല. T. രമേശൻ അധ്യക്ഷനായി. V. രമേശൻ, PP ബാലൻ, KM മോഹൻകുമാർ, OK ബൈജു, സജിത് കുമാർ, U. സുരേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അക്ഷരായനം സാഹിത്യ സദസ്സിന്റെ വാർഷിക സമാഗമവും കവിതാ സമാഹാരം പ്രകാശനവും മാർച്ച് 15-ന് ഞായറാഴ്ച ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടത്തും. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. അക്ഷരായനം സാഹിത്യ കൂട്ടായ്മയുടെ ആദ്യ വാർഷിക സമാഗമം ഉദ്ഘാടനം മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കർ പൊതുവാൾ നിർവഹിക്കും. 83 കവിതകളടങ്ങുന്ന അക്ഷരായനം സാഹിത്യ പതിപ്പ് കൂട്ടായ്മ കവിതാ സമാഹാരം കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ, നാടൻ കലാ ഗവേഷകനും കവിയും പ്രഭാഷകനുമായ Dr. RC കരിപ്പത്ത് മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്യും. വേൾഡ് എക്സലൻസ് ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവ് സൂര്യ, കവി Dr. ജയദേവൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. തുടർന്ന് അക്ഷരായനം കാവ്യ സദസ്സിന്റെ കവിയരങ്ങും കരോക്കെ ഗാനങ്ങളും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മധു നമ്പ്യാർ, TC മഹേഷ്, സുധാകരൻ കേളോത്ത്, വിജയൻ കിഴാറ്റൂർ, ശ്രീലത മധു, വിജയൻ മാസ്റ്റർ, KV കുഞ്ഞപ്പ മാസ്റ്റർ, മധു കോതോളി തുടങ്ങിയവർ പങ്കെടുത്തു. പയ്യന്നൂർ പ്രസ് ഫോറം ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനം അക്ഷരായനം സാഹിത്യ പതിപ്പിന്റെ കവർ അഡ്വക്കേറ്റ് K. വിജയകുമാർ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.